പറഞ്ഞ് അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ ഞാൻ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ ഒരു ലിസ്റ്റിൽ പോലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ആ രജിസ്റ്ററിൽ ഒപ്പിടുന്ന ഒരു ഫോട്ടോ എടുത്ത് ഒരു സ്റ്റാറ്റസ് ഇടുന്ന ഒരു നിമിഷമുണ്ട്. അത് മാത്രം ആലോചിക്കാം. ശ്രുതി മിസ്സിന്റെ ഒരു ടീച്ചിങ് സ്റ്റൈൽ, അതിന്റെ ഹെൽപ്പോട് കൂടി മാത്രമാണ് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയത്. രാത്രി ഫുൾ ഉറങ്ങാതിരുന്നൊക്കെ പഠിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ മെന്റേഴ്സിനൊക്കെ അവർ അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തോ കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കാം, എന്ത് ചെയ്യുന്നു, ജോലി ഇതുവരെ ആയില്ലേ, വേറെ ജോലി നോക്കിക്കൂടെ, പ്രൈവറ്റ് ജോലി നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാം. അതൊന്നും കേട്ട് ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. ഹായ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സിവിലിയൻസിൽ ജോയിൻ ചെയ്യുന്നത് 2023 ഒക്ടോബർ മാസമാണ്. എൻ്റെ MTech കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് സിവിലിയൻസിൽ വന്ന് ജോയിൻ ചെയ്യായിരുന്നു. ഞാൻ സിവിലിയൻസിലേക്ക് ജോയിൻ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ്. ഞാൻ MTechന് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഓൾറെഡി PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അന്വേഷിച്ചപ്പോഴാണ് സിവിലിയൻസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അവരൊക്കെ കോച്ചിങ് എടുത്തത് ഇവിടെ നിന്നാണ്. അങ്ങനെ അവർ കോച്ചിങ്ങിന് ചേർന്നു, PSC റാങ്കിൽ ഉൾപ്പെട്ടു, ജോലി ഉറപ്പിച്ചു. അതിനുശേഷമാണ് അവർ MTech ഒക്കെ ചെയ്യാൻ വന്നത്. അപ്പോൾ അവരോടൊക്കെ ഒരു ഇൻട്രാക്ട് ചെയ്ത വഴിയാണ് ഇപ്പോൾ ഞാനും അങ്ങനെ ഒരു കോച്ചിങ് എടുത്താൽ എനിക്കും ഇതുപോലെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ MTech പാസ് ഔട്ടായ ഉടനെ തന്നെ സിവിലിയൻസിൽ കോണ്ടാക്ട് ചെയ്തു. 2023 ഒക്ടോബർ AE ബാച്ചിൽ ഞാൻ സിവിലിയൻസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ടോപ്പ് 10 റാങ്കിലൊക്കെ ഉൾപ്പെടാം എന്നൊരു അങ്ങനെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ജോലി വേണം, അതിനുള്ള ഒരു റാങ്കിലേക്ക് എത്തിപ്പെടുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് PSCയിൽ നല്ല ഉയർന്ന റാങ്കിലേക്ക് തന്നെ എത്തിപ്പെടാം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. PSC എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് കൂട്ടിയ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ആഴ്ചയും ഇവിടെ മോക്ക് ടെസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ അതിങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ടോപ്പ് റാങ്കിലേക്കും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടുകൂടി നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. നന്നായിട്ട് പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്കൊരു മുന്നോട്ടുള്ള റാങ്കിലേക്ക് എത്താനും നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് ഇവിടെ വന്നതിന് ശേഷം കിട്ടി. പിന്നെ ഞാൻ ചെയ്തത്, ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, ബാക്കി ഇവിടുത്തെ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്തു. പിന്നെ റിവിഷൻ ചെയ്യും. ഇപ്പോൾ സിവിലിയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം അവർ ഈ ക്ലാസ്സിൽ വച്ച് തന്നെ പറഞ്ഞ് റിപ്പീറ്റായിട്ട് പറഞ്ഞ് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചാണ് വിടുന്നത്. വീട്ടിൽ പോയിട്ട് നമുക്കത് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അന്നന്ന് പഠിക്കുന്ന പോർഷൻസ് വീട്ടിൽ ചെന്ന് നമുക്കൊരു MCQ ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അന്നന്ന് പഠിക്കുന്ന പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആ MCQ ബുക്ക് നോക്കി ചെയ്യുമായിരുന്നു. ഒരു AE എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ESCയുടെ PYQs ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ AE എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ AE ക്വാളിഫൈഡ് ആണ്, അതുപോലെ SSC JE CPWD സെലക്റ്റഡ് ആണ്, അതുപോലെ ഓവർസിയർ എക്സാം, ട്രേസർ, ജൂനിയർ ഇൻസ്ട്രക്ടർ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ 2023 ഒക്ടോബറിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉടനെ ഒരു AE എക്സാം ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഈ ഹാർബർ AE എക്സാം ജൂലൈ മാസത്തിലുണ്ടായിരുന്നു. അത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിന് 2 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ മുന്നിലുള്ള ഒരു മാസ് വേക്കൻസി വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് SSC JE ആണ്. അപ്പോൾ അതിലൊന്ന് പ്രിപ്പയർ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം SSC JEയുടെ സിലബസ് എടുത്ത് നോക്കി. അപ്പോൾ സിലബസ് നോക്കിയപ്പം ഓക്കെ, സിവിലൊക്കെ സിലബസ് വായിച്ചിട്ട് കുഴപ്പം തോന്നില്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് സിവിൽ പോർഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ AEക്ക് വേണ്ടി എന്താണോ പഠിപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ്, 1-2 ടോപ്പിക് എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ജനറൽ ഇൻ്റലിജൻസും ജനറൽ അവയർനെസ്സും ആ ഒരു പോർഷനാണ്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാനൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഒരു ശരിക്കും എൻ്റെ SSC JEയുടെ എക്സാം എനിക്ക് ജൂൺ മാസം 5-നോ 6-നോ കണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയ് 1 ആയപ്പോൾ തൊട്ട് ഞാൻ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഞാൻ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് വീതം അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് ഇപ്പോൾ ജൂൺ 5-നാണെങ്കിൽ അന്ന് ചെല്ലുമ്പോൾ ഞാൻ തൊട്ട് ഒരു 36 മോക്ക് ടെസ്റ്റുകളോളം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടാണ്
ഞാൻ എക്സാം ഹാളിലോട്ട് ചെന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റിന് അതെന്നെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ SSC JE എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പ്രിലിംസ് എന്തായാലും ക്രാക്ക് ചെയ്യുമെന്ന്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ലെവൽ നോക്കണമല്ലോ നമ്മൾ. അടുത്ത ലെവൽ വരുന്ന മെയിൻസ് എക്സാം ആണ്. അതിൽ ഒരു അഡ്വാൻറ്റേജ് സിവിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ, നമുക്ക് നോൺ ടെക്നിക്കലൊന്നും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് അടിസ്ഥാനമായിട്ടും നോട്ട്സ് ഞാൻ റെഫർ ചെയ്തത് ഇവിടുത്തെ AE ബാച്ചിലെ നോട്ട്സ് നോക്കി, പ്ലസ് ESCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തു. പിന്നെ SSC JEയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും വർക്കൗട്ട് ചെയ്തു. പിന്നെ SSC JEയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ടയർ 1ൻ്റെയും ടയർ 2ൻ്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. RRB JE ആണെങ്കിൽ നമ്മുടെ ടയർ 2ൻ്റെ മാർക്ക് എടുക്കത്തുള്ളൂ, SSCക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ടയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിന് മാർക്ക് കുറഞ്ഞു പോയാൽ നമ്മുടെ ഓവറോൾ റാങ്കിനെ അത് സ്വാധീനിക്കും. ടയർ 2 കഴിഞ്ഞു. ടയർ 2ൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 300 മാർക്കാണ് ടയർ 2. ടയർ 2 കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി, എന്തായാലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ JEയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി ടയർ 2 കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ ഒരു 2025 ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. CPWD ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് സെലക്ട് ആയി. ഇപ്പോൾ ഈ SSC JEക്ക് ഞാൻ പഠിക്കുന്നു, പാരലായിട്ട് തന്നെ ഞാൻ ഈ സ്റ്റേറ്റിലെ AE എക്സാംസും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജൂലൈ മാസത്തിൽ ഹാർബർ AEയുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത നോട്ടിഫിക്കേഷനിൽ വരെ 2 വേക്കൻസി ആയിട്ടാണ് ഹാർബർ AEയുടെ എക്സാം വന്നത്. അത് അറ്റൻഡ് ചെയ്തു. അത് അത്യാവശ്യം ഒരു ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് 6th റാങ്ക് ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ തന്നെയാണ് ഈ SSC JEയുടെ റിസൾട്ട് വന്ന അതേ മാസം തന്നെയാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അഡ്വൈസ് മെമ്മോയും വന്നു. അങ്ങനെ 2025 മാർച്ച് 26 ഞാൻ ഹാർബറിൽ AE ആയിട്ട് ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടും സിവിലിയൻസിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെയാണ്. ഞാൻ BTech 2019 പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അന്ന് മുതൽ ഞാൻ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ ഒരു ലിസ്റ്റിൽ പോലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സിവിലിയൻസിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് 1 വർഷം 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അഡ്വൈസ് ലെറ്റർ എൻ്റെ കയ്യിലും കിട്ടി. സോ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും അല്ലെങ്കിൽ സിവിലിയൻസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റിയത്. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് ശ്രുതി മിസ്സാണ്. കോളേജിൽ പഠിക്കുമ്പോഴേ എനിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് അത്യാവശ്യം പഠിക്കാൻ പാടായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഓർത്ത് വയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സിവിലിയൻസിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ബിൽഡിംഗ് മെറ്റീരിയൽസ് എങ്ങനെ പഠിക്കും. ശ്രുതി മിസ്സിൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈൽ, അതിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമാണ് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് കറക്റ്റായിട്ട് എല്ലാം ഓർത്ത് വയ്ക്കാനും നല്ലതായിട്ട് എക്സാമിനൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യാനൊക്കെ പറ്റിയത്. അതെന്തായാലും മിസ്സിൻ്റെ ഒരു കഴിവ് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡീമോട്ടിവേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ നമുക്ക് ഇൻറ്റേർണലി ഉണ്ടാവും, എക്സ്റ്റേർണലി ഉണ്ടാവും. ഇൻറ്റേർണലി നമുക്ക് തന്നെ നമ്മുടെ ഓവർ തിങ്കിങ് ഉണ്ടാവാം, നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവാം, നമുക്ക് കിട്ടോ ഇല്ലയോ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ വരാൻ ഭയങ്കര കൂടുതലാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഒരുപാട് പേരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തകൾ മാറിപ്പോവാനും അങ്ങനെ സ്ട്രെസ് വരാനൊക്കെയുള്ള ചാൻസ് കുറയും. അതുപോലെ നമ്മുടെ അതേ ലക്ഷ്യമായിട്ട് കുറേ പേര് നമ്മുടെ ഒപ്പം ഉണ്ടാവുമ്പോൾ നമുക്കിപ്പോൾ ഒരു വിഷമം വന്നാലും നമ്മളെ ആശ്വസിപ്പിക്കാനും നമുക്കൊരു സമാധാനം ആവാനൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് കഴിയും. അതുപോലെ തന്നെ പുറത്തുനിന്ന് നമുക്ക് ഡീമോട്ടിവേഷൻ വരാം. നമ്മളിപ്പോൾ പുറത്തോ കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കാം, എന്ത് ചെയ്യുന്നു, ജോലി ഇതുവരെ ആയില്ലേ, വേറെ ജോലി നോക്കിക്കൂടെ, പ്രൈവറ്റ് ജോലി നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാം. എന്നോടും അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും കേട്ട് ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുടെ ഒരു ദിവസം നമുക്ക് ഈ ജോലി കിട്ടി, നമുക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ ആയി, നമ്മൾ നമ്മുടെ ആ രജിസ്റ്ററിൽ ഒപ്പിടുന്ന ഒരു ഫോട്ടോ എടുത്ത് ഒരു സ്റ്റാറ്റസ് ഇടുന്ന ഒരു നിമിഷമുണ്ട്. അത് മാത്രം ആലോചിക്കുക. അല്ലാതെ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നല്ലത് പറയുന്നത് നമ്മൾ കേൾക്കുക, നെഗറ്റീവായിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറു ചെവി കൂടെ കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ ജോലിക്ക് പോകാൻ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ PSC കോച്ചിങ്ങിന് വേണ്ടി നടക്കുന്നത് എന്ന് അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെയൊക്കെ വായടപ്പിക്കുന്ന ഒരു ദിനമായിരിക്കും നമുക്കിങ്ങനെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി നമ്മളിങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായി അല്ലെങ്കിൽ നമ്മളൊരു ഗസറ്റഡ് പോസ്റ്റിലൊക്കെ നിൽക്കുന്ന ആ ഒരു സുദിനം എന്ന് പറയുന്നത്.
ഞാൻ കൂടുതലും രാത്രി കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി ഇപ്പോൾ ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ ലേറ്റായിട്ട് എണീക്കും. ഒരു 11 മണിക്കൊക്കെ രാവിലെ എണീക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിരുന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ വീട്ടുകാർ അതേപോലെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നെങ്കിലേ ഇങ്ങനെ രാത്രി ഒരുപാട് സമയം ഇരുന്ന് രാവിലെ 11 മണിക്കൊക്കെ എണീക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടുകാർ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. അതൊരു മെയിൻ കാര്യമാണ്. എനിക്ക് തിയറി സബ്ജക്റ്റൊക്കെ ഇങ്ങനെ നോട്ട് തുറന്നു വെച്ച് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ നോട്ടുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും. ഒന്നുകിൽ ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ വായിക്കുന്നത് പോലെയൊക്കെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒരു ദിവസത്തേക്ക് എനിക്ക് നോട്ട് വായിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് തന്നെ നമ്മൾ പാട്ട് കേൾക്കും പോലെ ഇയർഫോൺ ചെവിയിൽ വെച്ച് കേൾക്കും. അപ്പോൾ നോട്ട് വായിക്കുന്ന ആ ഒരു മടുപ്പും ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ തിയറി സബ്ജക്റ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വഴി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി നോട്ട് തുറന്നു വെച്ചു. നോട്ട് വായിക്കുന്നതിന് മുമ്പ് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കും. ഫുൾ അതൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയതിന് ശേഷം ഞാൻ നോട്ട് തുറന്നു വെച്ച് ആ ചാപ്റ്റർ വായിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പോർഷൻ ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ടെസ്റ്റൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അത് അവിടെ വച്ചിട്ട് പോവരുത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത്, എന്തുകൊണ്ട് തെറ്റി, ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് തെറ്റുകൾ പല രീതിക്ക് സംഭവിക്കാം. ഒന്നുകിൽ നമുക്ക് ആ ടോപ്പിക്ക് പഠിച്ചില്ല അതുകൊണ്ട് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ അശ്രദ്ധകൾ ഉണ്ടാവാം അതുവഴി തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അശ്രദ്ധകൾ ഉണ്ടാവാം, എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമുക്ക് വരാം എന്നുള്ള കാര്യം നമുക്കിങ്ങനെ കുറേ ടെസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ള സംഭവം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് PSC എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് ഈ മുന്നേ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ എല്ലാവരും പറയും എക്സാമിൻ്റെ തലേദിവസം അങ്ങനെ പഠിക്കരുത്, കാമായിട്ടൊക്കെ ഇരിക്കണമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നടക്കാറില്ല. സാധാരണ ഏതെങ്കിലും ടോപ്പിക്കുകൾ നോക്കാൻ ബാക്കിയുണ്ടാവും, അത് ഞാൻ തലേദിവസം പകല് ഫുള്ളും ചില സമയങ്ങളിൽ രാത്രിയും തീരാറില്ല, രാത്രി ഫുൾ ഉറങ്ങാതിരുന്നൊക്കെ പഠിക്കാറുണ്ടായിരുന്നു. പിന്നെ അറിയാലോ നമ്മുടെ PSC എക്സാം രാവിലെ 7 മണിക്കാണ്. അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ കറക്റ്റായിട്ട് 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങാൻ നോക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ എക്സാം 7 മണിക്ക് ആയതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഇപ്പോൾ എന്നെ പോലെ ഞാൻ പറഞ്ഞില്ലേ പഠിച്ച് ലേറ്റായിട്ട് എഴുതിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ തലേ ദിവസം വരെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം എക്സാമിന് 7 മണിക്ക് എണീറ്റ് പോയി എഴുതിയാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് താമസിച്ചെണീക്കുന്ന ആൾക്കാർ, രാത്രി ലേറ്റായിട്ടിരുന്ന് പഠിച്ചിട്ട് താമസിച്ചെണീക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു എക്സാമിന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഒക്കെ ഒരു 6:30 6 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ എക്സാം കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ 7 തൊട്ട് 8:30 വരെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം ആ എക്സാമിന് മുമ്പുള്ള ഒരാഴ്ച. അപ്പോഴത്തേനും നമുക്ക് എക്സാമിന് ചെന്ന് കയറുമ്പോഴത്തേക്കും ഉറക്കമൊന്നും വരത്തില്ല. ഒരാഴ്ചയ്ക്ക് കൊണ്ട് നമ്മളിങ്ങനെ എന്നും എണീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. അപ്പോൾ ഈ ഒരു സർക്കാർ ജോലി എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടത് ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ്. മെയിനായിട്ട് എൻ്റെ പാരൻസ്, അവർ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കാതെ എൻ്റെ എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ഇപ്പോൾ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് സർക്കാർ ജോലി വേണമെന്ന്. എൻ്റെ തന്നെ ആവശ്യമായിരുന്നു എനിക്ക് വേണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനൊപ്പം അവരൊന്നും കേൾക്കാതെ എൻ്റെ പാരൻസ് ആയാലും എൻ്റെ ബ്രദർ ആയാലും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിലിയൻസ്, ഞാനിവിടെ എൻ്റെ പാരൻസ് ഞാനൊക്കെ എപ്പോഴും പറയും ബിടെക് കഴിഞ്ഞ ഉടനെ സിവിലിയൻസിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ മുന്നേ സർവീസ് കയറായിരുന്നു എന്നൊക്കെ പറയും. ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. സോ ഇവിടുത്തെ ടീച്ചേഴ്സിനും ഇവിടുത്തെ മെൻറ്റേഴ്സിനും ഒക്കെ അവരത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഈ ഡൗൺ ആവുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന്, അവരും എന്നെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഡൗൺ ആയ സമയത്തൊക്കെ ഞാൻ അവരെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവരെന്നെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അവർ അങ്ങനെ ഒരു മോട്ടിവേഷൻസ് ഒക്കെ തരുമായിരുന്നു. PSC പഠിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ PSCക്ക് പഠിക്കുന്ന അത്രയും കാലയളവും നമ്മൾ 100% ഇഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. നമുക്ക് ഒരു അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി നമ്മളൊരു ഓഫീസിൽ ജോയിൻ ചെയ്ത് ആ സൈൻ ചെയ്യുന്ന ഒരു നിമിഷം, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് നമ്മുടെ ലക്ഷ്യം ഒരു ചെറിയ കാര്യമൊന്നും അല്ല. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച്
സങ്കടപ്പെടുകയും കുറേ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നമ്മൾ മാത്രമല്ല, നമുക്ക് മുന്നേ ഒരുപാട് പേര് നടന്നിട്ടുണ്ട്, നമ്മുടെ പിന്നാലെയും ഒരുപാട് പേര് വരും. അപ്പോൾ ഈ ഒരു ജേർണിയുടെ ആ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ ഒരു ജേർണിയുടെ പാർട്ടായിട്ട് തന്നെ കാണുക. അപ്പോൾ അടുത്ത മാസങ്ങളിൽ ഡിസംബറിലും ജനുവരിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് PSC എക്സാം വരുന്നുണ്ട്. സോ ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ഹെൽത്തും നന്നായിട്ട് നോക്കുക. സോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.